ലോഗോസ് പരീക്ഷയ്ക്കായി റൂത്തിന്റെ പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള പ്രധാന ചോദ്യങ്ങൾ. ചോദ്യം 1. ആരുടെ കാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? ഉത്തരം ന്യായാധിപന്മാരുടെ. ചോദ്യം 2. മൊവാബ് ദേശത്ത് കുടിയേറി പാർത്തത് ആരാണ്? ഉത്തരം യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ എലിമലേക്ക്. ചോദ്യം 3. നവോമിയുടെ പുത്രന്മാരുടെ പേര് എന്ത്? ഉത്തരം മഹ്ലോൻ, കിലിയോൻ. ചോദ്യം 4. അവർ യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള ഡാഷ് ആയിരുന്നു? പൂരിപ്പിക്കുക. ഉത്തരം എഫ്രാത്യർ. ചോദ്യം 5. എന്ത് കേട്ടപ്പോഴാണ് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്നും തിരിച്ചു പോകാൻ ഒരുങ്ങിയത്? ഉത്തരം കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു. ചോദ്യം 6. ആരാണ് അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങിയത്? ഉത്തരം ഓർഫ. ചോദ്യം 7. ഓർഫ ആരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയെന്നാണ് നവോമി പറയുന്നത്? ഉത്തരം ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും. ചോദ്യം 8. നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത് ആര്? ഉത്തരം പട്ടണം മുഴുവൻ. ചോദ്യം 9. എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത്? ഉത്തരം മാറ. ചോദ്യം 10. നവോമി എന്ന വാക്കിന് അർത്ഥം? ഉത്തരം സന്തുഷ്ട. ചോദ്യം 11. എപ്പോഴാണ് നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തിയത്? ഉത്തരം ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. ചോദ്യം 12. കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം നവോമി. ചോദ്യം 13. നവോമിയുടെ ഭർതൃഗൃഹത്തിൽ ഉണ്ടായിരുന്ന ധനികൻ ആര്? ഉത്തരം ബോവാസ്. ചോദ്യം 14. ആരുടെ വയലിലാണ് റൂത്ത് എത്തിച്ചേർന്നത്? ഉത്തരം എലിമലേക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിൽ. ചോദ്യം 15. ബോവാസ് എന്ത് പറഞ്ഞാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? ഉത്തരം കർത്താവ് നിങ്ങളോടു കൂടെ. ചോദ്യം 16. കൊയ്ത്തുകാർ പ്രത്യഭിവാദനം ചെയ്തത് എങ്ങനെ? ഉത്തരം കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ചോദ്യം 17. കാല പെറുക്കിയത് മെതിച്ചപ്പോൾ എത്രയുണ്ടായിരുന്നു? ഉത്തരം 1 ഏഫ ബാർലി. ചോദ്യം 18. വിളവെടുപ്പ് കഴിയുന്നതുവരെ റൂത്ത് ആരോട് ചേർന്ന് നിന്നാണ് കാല പെറുക്കിയത്? ഉത്തരം ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന്. ചോദ്യം 19. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് എന്താണ് ചോദിച്ചത്? ഉത്തരം ആരാണ് ഈ യുവതി? ചോദ്യം 20. നവോമിയോടൊപ്പം മൊവാബിൽ നിന്ന് വന്ന മൊവാബ്യ സ്ത്രീയാണിവൾ എന്ന് മറുപടി നൽകിയത് ആരാണ്? ഉത്തരം ഭൃത്യൻ. ചോദ്യം 21. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? എങ്ങനെയാണ് റൂത്ത് ഈ ചോദ്യം ഉന്നയിച്ചത്? ഉത്തരം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. ചോദ്യം 22. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞ കാര്യങ്ങളിൽ അപ്പം എങ്ങനെ ഭക്ഷിക്കാനാണ് പറയുന്നത്? ഉത്തരം വീഞ്ഞിൽ മുക്കി. ചോദ്യം 23. റൂത്ത് ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത്? ഉത്തരം അമ്മായി അമ്മയെ. ചോദ്യം 24. മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? ആര് ആരോട് പറഞ്ഞു? ഉത്തരം നവോമി റൂത്തിനോട്. ചോദ്യം 25. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത്? ഉത്തരം ധാന്യകൂമ്പാരത്തിൻ്റെ അരികിൽ. ചോദ്യം 26. ബോവാസ് എത്ര അളവ് ബാർലിയാണ് റൂത്തിൻ്റെ തലയിൽ വച്ചുകൊടുത്തത്? ഉത്തരം 6. ചോദ്യം 27. കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം ആരാണ് പറഞ്ഞത്? ഉത്തരം നവോമി.
ചോദ്യം 28. റൂത്ത് എങ്ങനെയാണ് മെതിക്കളത്തിലേക്ക് ചെന്നത്? ഉത്തരം: കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്. ചോദ്യം 29. അർദ്ധരാത്രിയിൽ ബോവാസ് ഞെട്ടിയുണർന്നപ്പോൾ കണ്ടത് എന്താണ്? ഉത്തരം: കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. ചോദ്യം 30. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിലും വലുതാണ്, പൂരിപ്പിക്കുക. ഉത്തരം: ഔദാര്യം. ചോദ്യം 31. ആരാണ് കാര്യം തീരുമാനിക്കുന്നതുവരെ അടങ്ങിയിരിക്കുകയില്ലാത്തത്? ഉത്തരം: ബോവാസ്. ചോദ്യം 32. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം എന്താണ്? ഉത്തരം: ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തൻ്റെ ചെരിപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ചോദ്യം 33. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തത് ആരെല്ലാം? ഉത്തരം: റാഹേൽ, ലെയ. ചോദ്യം 34. ബോവാസ് എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറയുന്നത്? ഉത്തരം: എഫ്രാത്തായിൽ. ചോദ്യം 35. ബോവാസ് എവിടെ പ്രസിദ്ധനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറയുന്നത്? ഉത്തരം: ബെത്ലഹേമിൽ. ചോദ്യം 36. റൂത്തിന് ജനിച്ച പുത്രന് പേരിട്ടത് ആര്? ഉത്തരം: അയൽക്കാരായ സ്ത്രീകൾ. ചോദ്യം 37. ഹെബ്രോന്റെ പിതാവ് ആര്? ഉത്തരം: പേരസ്. ചോദ്യം 38. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ബന്ധു ബോവാസിനോട്. ചോദ്യം 39. നഗരത്തിൽ നിന്ന് ബോവാസ് ആരെയാണ് വിളിച്ചുകൊണ്ട് വന്നത്? ഉത്തരം: ശ്രേഷ്ഠന്മാരായ 10 പേരെ. ചോദ്യം 40. ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചതിന് ആരൊക്കെയാണ് സാക്ഷികൾ? ഉത്തരം: ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും. ചോദ്യം 41. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ആരെപ്പോലെ ആകട്ടെ എന്നാണ് സാക്ഷികൾ പറഞ്ഞത്? ഉത്തരം: ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലെയ.